ഹായ് ഫ്രണ്ട്സ്, സുഖിൻ്റെ കെമിസ്ട്രിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാമെന്ന് പറയുന്നത് കേട്ടോ. വെളിയിൽ നിന്ന് ഏകദേശം അവിടെ നിന്നൊരു നഴ്സറി വന്നിട്ടുണ്ട്, പ്ലാന്റ്സിൻ്റെയൊക്കെ നഴ്സറി. അവിടെ നിന്ന് 2 ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെടികൾ ഇത് വന്നിട്ട് ഇൻഡോർ പ്ലാന്റാണ് ഓൾറെഡി കയ്യിലുള്ളത്. ഇതും അത്യാവശ്യം ലൈറ്റ് സൺഷെയ്ഡുള്ള ചെടിയാണ്, പ്ലാന്റാണ്. ഇത് രണ്ടും നമുക്ക് ചട്ടിയിലോട്ട് മാറ്റുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് അത്യാവശ്യം നമ്മൾ ഓൾറെഡി ഉള്ള ചെടിയായതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു പ്ലാന്റ് ഇതിൽ നിന്ന് സീഡ് എടുത്തിട്ട് വേറെ ചട്ടിലേക്ക് പോട്ടിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. അതാണ് നോക്കാൻ പോകുന്നത്. വീഡിയോ ഫുള്ളായി കാണാൻ ഇത് ചാനൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. നമ്മൾ ഇത് പ്ലാന്റ് വന്നിട്ട് ഏകദേശം ഇൻഡോർ പ്ലാന്റുകളൊക്കെ അത്യാവശ്യം കടയിൽ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അത് 250 രൂപ റേറ്റുള്ള ഇൻഡോർ പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഇത് ഇപ്പോൾ വാങ്ങുന്ന സമയത്ത് ഇത്രയൊന്നും പറ്റില്ല. ഇതുപോലെ അത്യാവശ്യം ഇതിൻ്റെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം പുഷ്ടിച്ച് വന്നിട്ടുണ്ട്, ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് സീഡ് ഇതിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് ഇഞ്ഞ് ചെടി വാങ്ങേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ കണ്ടോ ഇങ്ങനെയുള്ള ഇതേപോലെയുള്ളതാണ്. ചിമ്പ കറക്റ്റായിട്ട് പൊട്ടിച്ചിട്ട് മണ്ണിലോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ പ്ലാന്റ് ഇതേപോലെ വരും. ഇതേപോലെ അവർ തന്നെ പറയുന്നത് അത്യാവശ്യം നമുക്ക് തന്നെ സെപ്പറേറ്റ് ചെടികൾ ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരു എത്ര വേണമെങ്കിൽ ചെടി എടുക്കാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്കിത് അത്യാവശ്യം വന്നത് ചെറുതാണ്, ഇത് കുട്ടിയാണ്, ഇത് പൊട്ടിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി വലുതാണ്. ഇത് ഈ ഭാഗം ഉണ്ടാകും, ഈ ഭാഗം ഇതൊക്കെ കാണുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് ഈ ഭാഗം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ഒരു പ്ലാന്റായിട്ട് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പുതിയ പോട്ട് വാങ്ങിച്ചിട്ടുണ്ട്, അത് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കട്ടോ. അത് വെറുതെ സെറ്റ് ചെയ്ത് പറ്റില്ല, നമുക്ക് അത്യാവശ്യം നല്ല ചാണകപ്പൊടിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടെ ചേർത്തിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. അത്യാവശ്യം പ്ലാന്റ് നന്നായിട്ട് വരണമെങ്കിൽ ചാണകപ്പൊടിയും ചകിരിപ്പൊടിയും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചാണകപ്പൊടി കയ്യിലുണ്ട്, അപ്പോൾ അത് വെച്ച് നോക്കാം. സെപ്പറേറ്റ് ചിമ്പയുണ്ട്. സെപ്പറേറ്റ് ചിമ്പ പറയുമ്പോൾ നമ്മളിത് ഈ വാഴ പോലെയൊക്കെയാണ്. ഏകദേശം ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മുള പോലെ വരും. അപ്പോൾ നമ്മൾ അത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വിടർത്തി എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് സെപ്പറേറ്റ് വേറെ കേട്ടോ. അത് ഇതുണ്ട്, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ ചെടിയായിട്ട് ഇതിന് ബന്ധമില്ല, കറക്റ്റായിട്ട് സെപ്പറേറ്റ് വന്നതാണ്, ഒരു പ്ലാന്റിൽ നിന്ന് വരും. ഇത് വേര് അതിൻ്റെ അടിവരെ പോയിട്ടുണ്ട്, വേരോടെ എടുക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഇത്രയുള്ള വേര് മതി. ഇത് വേര് അടിയിലോട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മൾ ഈ പോട്ടിലേക്ക് മാറ്റാം. അത് നമുക്ക് മണ്ണിട്ട് സെറ്റ് ചെയ്താൽ നോക്കാം, ചാണകപ്പൊടി. അപ്പോൾ നമ്മൾ 2 പോട്ടിലും മണ്ണ് നിറച്ചിട്ടുണ്ട്. നമ്മൾ വേറെ തൈ പ്ലാന്റും ഉണ്ട്. ഇത് വന്നിട്ട് നമ്മൾ ഇൻഡോറില്ല, അത് അത്യാവശ്യം ഒരുപാട് വെളിച്ചം നടാൻ പാടില്ല, ഒരുപാട് സൺലൈറ്റ് ഇല്ലാണ്ട് വയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്ലാന്റാണ്. പ്ലാന്റിൻ്റെ പേരെന്തൊക്കെ പറഞ്ഞിരുന്നു, എനിക്ക് പേര് ഓർമ്മയില്ല കേട്ടോ. പേര് അറിയുന്നവരാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ഏത് പ്ലാന്റാണ് നമ്മൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇൻഡോറാണത്. എന്നാൽ നോക്കി ചാനൽ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അങ്ങനെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിത് നമ്മുടെ വളം ഇട്ടിട്ട് സെറ്റ് ചെയ്യണം നോക്കാം. കറക്റ്റായിട്ട് ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടിയാണ്. നമ്മൾ ജസ്റ്റ് അതിനത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. പ്ലാന്റ് വെക്കാൻ ഇവിടെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് പിടിച്ച് കിട്ടാൻ ഏകദേശം ഇപ്പോൾ 2 ഇങ്ങനെ കൈപ്പിടി മാത്രം എടുത്ത് ഉപയോഗിക്കുന്നതിൽ കൂടുതലായി കഴിഞ്ഞാലും ചെടി ചത്തു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചെടി അത്യാവശ്യം നമ്മൾ വലുതാവില്ല, അപ്പം മതി കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അത്യാവശ്യം മണ്ണിൽ എല്ലാവരും ആയിട്ടുണ്ടാവും. നമ്മളത് ഏകദേശം ചെടീൻ്റെ വേരിൻ്റെ ഫുള്ളായിട്ട് ഈ ഭാഗം ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല വേര് ഇറക്കി കൊടുക്കുന്നുണ്ടോ. ചാണകപ്പൊടിയും ഫുള്ളായി കവർ ചെയ്യുന്നുണ്ട്. ഞാനത് ഇനിയിപ്പോൾ ഒന്ന് സെറ്റായിട്ട് വളർന്ന ശേഷം കുറച്ചും കൂടെ ഒന്ന് വേരൊക്കെ കുറച്ച ശേഷം ചെടി കുറച്ച് വലുതായിട്ട് ശേഷം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ചാണകപ്പൊടി കുറച്ചുകൂടെ കുറവാണെങ്കിൽ വളരെ കുറച്ചാണ് കേട്ടോ. വേരിനുള്ളിലേക്ക് ഇറങ്ങി ഇപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇറങ്ങി ഉള്ളിലോട്ട് പൊയ്ക്കോളും, പൊടിയല്ലേ. അത്യാവശ്യം നമ്മൾ കടയിലൊക്കെ അത്യാവശ്യം റേറ്റ് കമ്മിയായിട്ട് പ്ലാന്റാണ് കേട്ടോ. ഒരു ഇത് ഈ ചെറിയ പ്ലാന്റ് വന്നിട്ട് ഏകദേശം 50 രൂപയോളം ഉള്ളൂ. പക്ഷേ ഇത് ബൾക്കായിട്ട് വരികയാണെങ്കിൽ ഇതുണ്ട്, ഈ ഫ്ലവർ ഉണ്ടോ, അത്യാവശ്യം നല്ല വീട്ടിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കിത് അത്യാവശ്യം ഒരു മീഡിയമുള്ള ചട്ടിയാണ്. ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതും അതേപോലെ തന്നെ സെറ്റ് ചെയ്യണം. നമുക്ക് അത്യാവശ്യം ഈ പ്ലാന്റിൽ തന്നെ ഉണ്ട്, അത്യാവശ്യം മണ്ണുണ്ടായി ഈ ഭാഗത്തേക്ക് മണ്ണ് എടുത്ത് മാറ്റി കൊടുക്കാം.
ഇറക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ ചെടി വെക്കുന്ന ഭാഗമില്ല, ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇതാ കുറച്ചതാ ഇതേപോലെ ചാണകപ്പൊടി ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അടിയിൽ നിന്ന് കറക്റ്റായി വേര് പിടിച്ചിട്ട് ചെടി നന്നായി വരുത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ വാടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ അരികത്തും അതേപോലെ തന്നെ ഇതിൻ്റെ ചുറ്റോടെ തന്നെ മേൽക്കൂടി ചാണകപ്പൊടി കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം മണ്ണ് തന്നെ കറക്റ്റായിട്ട് ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഫുള്ള് കവർ ചെയ്ത് വരും. അത് ഞാൻ ഫുള്ളായിട്ട് ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഇത് വന്നിട്ട് കുറച്ചും കൂടി പൊടി മേലെ ഒന്ന് വെള്ളം ഒഴിക്കുമ്പോൾ ചുറ്റോടെ ഒന്ന് ഇറങ്ങി പിടിക്കാൻ മതി. അതുപോലെ തന്നെ ഒരു കൈപ്പൊടി ഇത്രേ ഉള്ളൂ കേട്ടോ. കൂടുതൽ ചെറിയ പ്ലാന്റ്സ് ചെറുതായതുകൊണ്ട് നമുക്ക് ചാണകപ്പൊടി നല്ല വളാംശമാണ്. കൂടുതൽ ആട്ടായി കഴിഞ്ഞാലും ചിലപ്പോൾ വാടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വെള്ളം ഒഴിച്ച് തെറ്റേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ഇനി മേലെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ബാൽക്കണിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാൽക്കണിൽ മേലോട്ട് കയറ്റിയിട്ട് വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലൂടെ പോകുമ്പോൾ സ്റ്റെയർ വെളിയിൽ ഓപ്പൺ സ്റ്റെയർ ഇല്ല, ഉള്ളിലൂടെ സ്റ്റെയർ ഉള്ളിലൂടെ പോകുമ്പോൾ വെള്ളമൊക്കെ ആവും. നമുക്ക് മേലെ കൊണ്ട് വെക്കട്ടോ. അപ്പോൾ നമ്മൾ ചെടി അത്യാവശ്യം നമ്മൾ വേര് ഉറച്ച് കിട്ടണവരെ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് വളർത്തത് കേട്ടോ. അഥവാ മഴ വേണ്ടി നമ്മളിതിപ്പോൾ ഈ ഭാഗത്തേക്കായിട്ട് മാറ്റി വയ്ക്കും. മഴ ഡയറക്റ്റായി കൊണ്ടാലും ചെടി വേര് ഉറക്കുന്നതിന് മുമ്പ് ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ആവശ്യത്തിന് ചിത്രമായി കേട്ടോ. ഇതിപ്പോൾ മണ്ണ് നനഞ്ഞിട്ടുണ്ടാവും, ചെടിക്ക് വേര് കറക്റ്റായി പിടിക്കുന്നവരെ ഇതേപോലെ അത്യാവശ്യം വെള്ളം കൊടുത്ത് വളർത്തുക. പിന്നെ അത്യാവശ്യം ഇതിനേക്കാൾ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ വേര് ഉറക്കുന്നവരെ കുറച്ച് വെള്ളം മതി കേട്ടോ. ഇതിലും അത് വളർത്തണം. ഒരു കപ്പിലാണ്, 1/2 ലിറ്റർ കപ്പിൽ ഏകദേശം 1/4 ലിറ്റർ ഒഴിച്ചിട്ടുള്ളൂ. ഇത് നമ്മൾ എവിടെയാണ് സെറ്റ് ചെയ്തത്. ഇതാണ് ഇന്ന് ചെടി വെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പുതിയൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് വരാം, തിരിച്ചു വരാം. ഓക്കെ, ബൈ.